അടുത്ത കുറച്ച് നാളുകളായി കേരളത്തിൽ വലിയ ചർച്ചയാണ് SFIO എക്സാലോജിക് കേസ്, CMRL കമ്പനി തുടങ്ങിയ വാചകങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യം പോലും ഉയർന്നു വന്നു. വീണ തൈക്കണ്ടിയിൽ കുരുക്ക് മുറുകുന്നു, ED നോട്ടീസ് അയക്കും, അറസ്റ്റ് ചെയ്യും എന്നുവരെ വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട്. ഇനി വീണ തൈക്കണ്ടിലിന് ജയിലിലേക്ക് പോകാം എന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങളും കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പോഴിതാ അവർക്കൊക്കെ വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നു. ആർക്കൊക്കെയാണ്? SFIOക്ക് തിരിച്ചടി ലഭിച്ചു. അതോടൊപ്പം തന്നെ BJPക്ക് ഈ കേസിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ഏറ്റ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ UDFന്, കോൺഗ്രസിന് ഏറ്റ തിരിച്ചടിയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് SFIO കേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് LDF സർക്കാരിനെ 2026 അങ്ങ് തകർത്ത് കളയാം എന്ന മോഹവും കൊണ്ട് നടക്കുന്ന കോൺഗ്രസിനേറ്റ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് എപ്പോഴും ലൈവായി നിർത്താൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾക്കും ഇതാ മുഖത്തടി ഏറ്റിരിക്കുന്നു. താൽക്കാലിക ആശ്വാസം എന്ന് പറഞ്ഞ് അവർ ആശ്വാസം കൊള്ളുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആശ്വാസം കൊള്ളുന്നുണ്ട്. എന്നാൽ ഇതൊരു തിരിച്ചടി തന്നെയാണ്. എന്തൊക്കെയാണ് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചത് അതൊക്കെ തകർന്നു വീഴാൻ തുടങ്ങി എന്ന് പറയേണ്ടി വരും. വാർത്ത എന്താണ് എന്നല്ലേ? SFIO കുറ്റപത്രം എന്ന് വെച്ചാൽ സെഷൻസ് കോടതിയിൽ, എറണാകുളം സെഷൻസ് കോടതിയിൽ കൊടുത്ത SFIOയുടെ കുറ്റപത്രം വീണയടക്കമുള്ളവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം എന്നാണ് ഒരു പ്രമുഖ മാധ്യമം കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് മാധ്യമങ്ങൾക്ക്, അതേപോലെ UDFന്, BJPക്ക്, SFIOക്ക് തിരിച്ചടി എന്ന് മാധ്യമങ്ങൾ ഉപയോഗിക്കില്ല. എന്നാലും എന്താണ് നമുക്ക് വാർത്ത എന്ന് നോക്കാം. വാർത്ത ഇങ്ങനെയാണ്: SFIO കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് 2 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. CMRLന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയതോടെയാണ് 2 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള വീണയടക്കമുള്ളവർക്ക് ഹൈക്കോടതി നടപടി ആശ്വാസകരമാണ് എന്നാണ് പ്രമുഖ മാധ്യമത്തിന്റെ ഭാഷ്യം. ജസ്റ്റിസ് CR രവിയുടെ അവധിക്കാല ബെഞ്ചിന് മുന്നിലാണ് ഈ കേസ് ഇന്ന് പരിഗണനയ്ക്ക് വന്നത്. CRML സമർപ്പിച്ച ഹർജിയിൽ SFIO കുറ്റപത്രം പോലീസ് റിപ്പോർട്ട് അല്ലെന്നും SFIO റിപ്പോർട്ടിനെ പരാതിയായി കണക്കാക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ കോടതികൾക്ക് എതിർകക്ഷിയെ കൂടി കേൾക്കേണ്ടി വരും. കുറ്റപത്രത്തിൽ പറയുന്ന ഉള്ളടക്കമല്ല CMRL ചോദ്യം ചെയ്തത്, മറിച്ച് കുറ്റപത്രം പരാതിയായി മാത്രമേ കണക്കാക്കാവൂ എന്നാണ് ആവശ്യപ്പെട്ടത്. വിചാരണ കോടതി തിങ്കളാഴ്ച സമൻസ് അയക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് CMRLന്റെ തന്ത്രപരമായ നീക്കം. അതോടെ വിചാരണ കോടതിക്ക് ഇനി സമൻസ് അയക്കാനാവില്ല. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടും CMRL ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. പകർപ്പ് കിട്ടിയാൽ കുറ്റപത്രം ചോദ്യം ചെയ്ത് മേൽക്കോടതികളെ സമീപിക്കാനും CMRLന് സാധിക്കും. SFIO നടപടി നിയമപരമല്ലെന്ന് CMRL ഇന്ന് കോടതിയിൽ വാദിച്ചു. കമ്പനി നിയമപ്രകാരമാണ് അന്വേഷണം നടത്തിയതെന്നായിരുന്നു ഇതിന് SFIOയുടെ മറുപടി. പ്രതിസ്ഥാനത്തുള്ളവർക്കെതിരെ കുറ്റം ചുമത്തൽ സാധാരണ നടപടിയാണെന്നും അവർ വാദിച്ചു. എന്നാൽ പുതിയ നിയമപ്രകാരം റിപ്പോർട്ട് നൽകിയ ശേഷം പ്രതികളെ കോടതി കേൾക്കേണ്ടതായിരുന്നു എന്ന് CMRL വാദിച്ചു. SFIO റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്വമേധയാ തുടർ നടപടി തുടങ്ങിയ അഡീഷണൽ സെഷൻസ് കോടതി നിയമപരമല്ലെന്നും CMRL വാദിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയും വ്യത്യസ്തമെന്ന് CMRL പ്രതികരിച്ചു. ഇത്തരം കേസുകളിൽ പ്രത്യേക നിയമം നിലനിൽക്കുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം. പോലീസിന്റെ റിപ്പോർട്ടാണെങ്കിലും പരാതിയാണെങ്കിലും പ്രത്യേക നിയമം നിലനിൽക്കും. പുതിയ ഭാരതീയ ന്യായ സംഹിത ഈ കേസിൽ ബാധകമല്ലെന്നും SFIOയുടെ കുറ്റപത്രം പോലീസ് റിപ്പോർട്ടായി തന്നെ കണക്കാക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോടതി കേസ് 2 മാസത്തിന് ശേഷം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി തുടർ നടപടികൾ തടയുകയായിരുന്നു. ഇതാണ് ഇത് സംബന്ധിച്ച് വന്ന വാർത്ത. എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ എല്ലാം തലക്കെട്ട് വീണയ്ക്ക് ആശ്വാസം, മുഖ്യമന്ത്രിക്ക് ആശ്വാസം, CMRLന് ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചടി ഏറ്റവരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ പ്രശ്നത്തിൽ കാതലായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതുമാണ്. അതാണ് ഇപ്പോൾ കോടതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. SFIO കൊടുത്തിരിക്കുന്നത് പരാതിയാണ്, കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് എങ്ങനെയാണ് കുറ്റപത്രമാകുക?
ഈ ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഒരു പരാതി SFIO കോടതിയിൽ സമർപ്പിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷികളുടെ വാദം കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രമേ എന്ത് തീരുമാനമെടുക്കണം എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ എങ്ങനെയാണ് കോടതിക്ക് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുക? അതിനു മുമ്പ് തന്നെ ഇതൊരു കുറ്റപത്രമാണ്, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് എങ്ങനെയാണ്? കോടതി സമർപ്പിക്കുന്നതിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായി SFIO നിൽക്കുന്നു, അടുത്ത ദിവസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്ന് വാർത്ത വന്നത് എങ്ങനെയാണ്? കാരണം ഇതൊരു പരാതിയാണ് എന്ന് ആളുകൾ അറിയാതിരിക്കണം. ആദ്യം തന്നെ കുറ്റപത്രം എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞ് അതല്ലെങ്കിൽ അതനുസരിച്ച് വാർത്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അതിൽ തന്നെ അവർ പിടിച്ചു നിൽക്കും. അങ്ങനെ ഇതൊരു കുറ്റപത്രമാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും ആവർത്തിച്ച് പറയുന്നതോടുകൂടി ഇതൊരു കുറ്റപത്രമാണ്, ശരിയാണല്ലോ എന്ന് ജനങ്ങൾ വിശ്വസിക്കും. അത് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് SFIO നടത്തിയത്, കേന്ദ്ര സർക്കാർ നടത്തിയത്. അതിന് എല്ലാവിധ പ്രചാരണം കൊടുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നാണ്. ഇതൊരു പരാതി മാത്രമാണ്. ഈ പരാതി സംബന്ധിച്ച് ഇനിയും വിശദമായ വാദം കേൾക്കേണ്ടിയിരിക്കുന്നു കോടതി എന്നാണ് CMRL വാദിച്ചത്. ആ വാദത്തിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഹൈക്കോടതി. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെഷൻസ് കോടതിയുടെ നടപടികൾ 2 മാസത്തേക്ക് എന്നാണ് പറയുന്നത്. 2 മാസത്തേക്ക് എന്നത് പിന്നീട് നീട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അപ്പോൾ നോക്കാം. പക്ഷെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ കീഴ്ക്കോടതിയുടെ നടപടി ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ SFIOയുടെ വാദം തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. SFIOയുടെ വാദം വെച്ച് വാർത്ത നൽകി അത് ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾക്കും ഇതാ തിരിച്ചടി പറ്റിയിരിക്കുന്നു. അതോടൊപ്പം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് ഒരുക്കം കൂട്ടിയിരുന്ന BJPക്കും UDFനും കോൺഗ്രസിനുമേറ്റ തിരിച്ചടിയായി അത് മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കംപ്ലൈന്റിനെ കുറ്റപത്രമാക്കി മാറ്റിയത് SFIOയുടെ തന്ത്രമായിരുന്നു, അത് BJPയുടെ രാഷ്ട്രീയമായിരുന്നു. അത് പരിശോധിക്കാതെ ഏറ്റെടുത്ത് ആഘോഷമാക്കിയ മാധ്യമങ്ങൾ ഈ സാഹചര്യത്തിലെങ്കിലും അത് മാറ്റാൻ തയ്യാറാകണം. അങ്ങനെ ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല എങ്കിലും അത് ആവശ്യപ്പെടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അവകാശമുണ്ട്. Yep.